നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ബി.ജെ.പിക്ക് കേരളത്തിൽ വേരൂന്നാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നേരത്തെയുമൊക്കെ ബി.ജെ.പി ക്രമാനുഗതമായ വളർച്ച പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി.ജെ.പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷം വലിയ നെറേറ്റീവുകൾ, ഇടതും വലതും, കേരളത്തിൽ ഇതിന് സ്ഥാനമില്ല, കേരളത്തിൽ ഒരിക്കലും താമര വിരിയാൻ പോകുന്നില്ല, കേരളത്തിൽ ഇനി ഒരിക്കലും സംഘികൾക്ക് കാലുകുത്താൻ കഴിയില്ല, അവിടെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ ആ നെറേറ്റീവുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ക്രമാനുഗതമായ വളർച്ച പ്രാപിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി.ജെ.പി എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വിജയം കൂടി കൈവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ സാധ്യതകൾ കേരളത്തിൽ ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. ബി.ജെ.പിക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം വരുത്തിയാൽ തീർച്ചയായും വലിയ ഭാവിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി.ജെ.പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് 20% വോട്ട് വർധനയിലേക്ക് 20% വോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ബി.ജെ.പിക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായ വർധന വോട്ട് പെർസെൻറ്റേജിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വിജയം എന്നത് വരുമ്പോൾ ഇടതും വലതും പരസ്പരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ചെയ്യുന്ന പ്രവണതയുള്ളതുകൊണ്ട് പലപ്പോഴും ബി.ജെ.പി പരാജയപ്പെട്ടു പോവുകയാണ്. അത് യാഥാർത്ഥ്യവുമായിരുന്നു. പലപ്പോഴും ക്രോസ് വോട്ടിംഗ് ആണ് ബി.ജെ.പിയുടെ വിജയത്തിന് വിഘാതമായി ഇത്രയും കാലം നിന്നിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് പോയാൽ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും ഒക്കെ കൂട്ടിന് വരുമെന്ന് CPM മനസ്സിലായതുകൊണ്ടും ഈനാമ്പച്ചിയും ഒക്കെ മരപ്പെട്ടിയും ഒക്കെ കയ്യിലേന്തിക്കൊണ്ട് പ്രകടനം നടത്തേണ്ടി വരുമെന്ന ബോധം, ആ ഒരു ചിന്തയുള്ളതുകൊണ്ടും ഒക്കെ വോട്ട് മറിക്കാതെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രത്തിലേക്ക് പോയി. ആ തന്ത്രത്തിലേക്ക് വോട്ട് മറിച്ചാലും ഇല്ലെങ്കിലും അവർ ഒന്നു തന്നെയാണ്, അക്കാര്യത്തിലൊരു സംശയമില്ല. ഇവിടെ ഇടതും വലതുമായി പോരടിക്കുന്നവർ ദേശീയ തലത്തിൽ ഒരു ബെഞ്ചിൽ ഇരിക്കേണ്ടവരാണ്. അപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരുമിച്ച് സ്ഥാനം ഉറപ്പിക്കുന്നവരാണ് ഇപ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തവണ ആ വോട്ട് മറിക്കാതിരുന്നത് കൊണ്ട് കൃത്യമായി ബി.ജെ.പി വളരെ ശക്തമായ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് വളരെ കൃത്യമായി ബി.ജെ.പിക്ക് വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ തിളക്കമാർന്ന വിജയം നേടിയ സുരേഷ് ഗോപി ഏതാണ്ട് 3,00,000-ലധികം വോട്ടുകളുടെ വിജയം നേടുമ്പോൾ അവിടെ തന്നെ വർദ്ധിച്ച വോട്ടുകളുടെ എണ്ണം കണക്കാക്കിയാൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി.ജെ.പിക്ക് അനന്ത സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ വി മുരളീധരനും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും അടക്കം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ച മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതകൾ ബി.ജെ.പിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആ സാധ്യതകൾ ഇപ്പോൾ തുറന്നിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ. പക്ഷേ അതിനെ വോട്ടാക്കി മാറ്റാൻ കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ അതേ പ്രവർത്തനം ഇന്നു മുതൽ വീണ്ടും പുനരാരംഭിക്കണം. അത്തരത്തിൽ പ്രവർത്തനം നടത്തിയാൽ കേരളവും താമസിയാതെ ബി.ജെ.പിയുടെ കയ്യിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത് നോക്കിയാൽ ഏതാണ്ട് 11 മണ്ഡലങ്ങളിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ, അതായത് നമുക്കറിയാം 7 അസംബ്ലി നിയോജക മണ്ഡലം ചേരുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 11 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് ബി.ജെ.പിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-ാം സ്ഥാനത്തായി 8ഓളം മണ്ഡലങ്ങൾ വേറെയുമുണ്ട്. ഈ 2-ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളെയും അതുപോലെ തന്നെ ബാക്കിയുള്ള മണ്ഡലങ്ങളെയും ഒക്കെ നമുക്ക് ഇനിയും 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാനും ഈ 1-ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളെ കുറെ കൂടി മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയണം. അതായത് 1-ാം സ്ഥാനത്ത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ, ഇത്തരം 11 മണ്ഡലങ്ങൾ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പിയാണ്. 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഇത്തരം മണ്ഡലങ്ങളിൽ അതാണ്ട് 8 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2-ാം സ്ഥാനത്തേക്കും എത്തുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അനന്ത സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നു മുതൽ ബി.ജെ.പി പ്രവർത്തകർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും വീണ്ടും പ്രവർത്തനം തുടരുകയും ആ പ്രവർത്തനം, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്താൽ ബി.ജെ.പിക്ക് വിജയം കൈവരിക്കാൻ കേരളീയ പൊതുസമൂഹത്തിൽ കേരളത്തിൽ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കിയ നറേറ്റീവുകൾക്കപ്പുറം ജനങ്ങൾ നിങ്ങളെ ബി.ജെ.പിയെ തോളിലേറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കാലഘട്ടം മുതൽ പഞ്ചായത്ത് മുതൽ പ്രവർത്തിച്ച് ഇപ്പോൾ MP സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ബി.ജെ.പിയുടെ ചരിത്രം നോക്കിയാൽ
ക്രമാനുഗതമായ വളർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ഇനി പ്രവർത്തിച്ചാൽ BJPക്ക് ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഓരോ തിരഞ്ഞെടുപ്പുകളും വരുമ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ മാത്രം പ്രവർത്തിച്ചിട്ട് മാറുന്ന പതിവ് രീതി മാറണം. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BJPയുടെ സംഘടനാ സെക്രട്ടറി, ഒരു പുതിയ സംഘടനാ സെക്രട്ടറി ഉണ്ട്, സുഭാഷ്. അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സംഘടനാപരമായി BJPയെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന സംഘടനാ പ്രവർത്തന പാരമ്പര്യമുള്ള സുഭാഷിനെ പോലുള്ള ആൾക്കാർ, സാധാരണക്കാരായ എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം മാറി നിന്ന പലരെയും അനുനയിപ്പിക്കാനും കൂടെ ചേർക്കാനും നടത്തിയ ശ്രമങ്ങൾ ശ്ലാഘനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നിർണ്ണയിക്കുക BJP തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല.